ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1.5 കിലോ വരുന്ന ഒരു 2 ടയർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതൊരു വെഡ്ഡിങ് കേക്ക് ആയിരുന്നു. വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത്, ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് ഞാൻ 4 ടിന്നിലായിട്ടാണ് ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. 6 എഗ്ഗിൻ്റെ ബാറ്റർ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ 4 എഗ്ഗ് വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വാനില സ്പഞ്ചിൻ്റെ. അതിൻ്റെ ഹാഫ് കൂടെ എടുത്താൽ നമുക്ക് ഈ ഒരു കേക്കിനുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 1 kg ബാറ്റർ ചെയ്തിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ 2 ടിന്നിലായിട്ട് ഒഴിച്ച് ബേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 kg ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് 4 ഇഞ്ചിൻ്റെ 2 ടിന്നിലായിട്ട്, 4 ഇഞ്ച് എൻ്റെ ഒരു ടിന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ 2 തവണയായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ അതിനെ കട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ 4 ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്കിനെ ഞാൻ 5 ലേയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തിക്നെസ് ഉള്ള 5 ലേയേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വന്നിട്ട് 7 ഇഞ്ച് ടിന്നിലുള്ള കേക്കിനെ ഞാൻ 4 ലേയേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കുറച്ച് തിക്നെസ് കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലേയേഴ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ് കുറച്ചാൽ ലേയേഴ്സ് കൂടുതലായിട്ട് കിട്ടും. ഇനി ഇത് ഞാൻ എങ്ങനെ ഫ്രോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നോർമൽ വൈറ്റ് ഫോറസ്റ്റ് ചെയ്യും പോലെ ലെയറിൽ സ്ട്രോബെറി ക്രഷും വൈറ്റ് ചോക്ലേറ്റും കൊടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ലെയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ലെയറിങ് കാണിച്ച് പോകുന്നേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ 1.5 കിലോയുടെ ഒരു ബേസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ക്രീം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഏത് മെത്തേഡിലാണോ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യാം. ചിലർ സ്ട്രോബെറി ക്രഷിന് പകരം ചെറിയൊക്കെ നുറുക്കിയിട്ടിട്ട് കൊടുക്കാറുണ്ട്, ആ രീതിയിൽ കൊടുത്താലും മതിയാകും. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വൈറ്റ് ചോക്ലേറ്റൊക്കെ കൂടുതലായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഓർഡർ വരുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ബാക്കി ലേയേഴ്സ് എല്ലാം ഞാൻ ഇത് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ 4 ഇഞ്ച് ടിന്നിലെ കേക്കും ഇതുപോലെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഞാൻ അതിൻ്റെ മേളിൽ നിന്നൊരു സ്ട്രോ കുത്തി താഴേക്ക് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ വിഡ്ത്ത് കുറഞ്ഞ കേക്കുമാണ്, കുറച്ച് ഹൈറ്റും ഉള്ളത് കാരണം പെട്ടെന്ന് ഷേക്ക് ആകേണ്ട ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ലേസും തെന്നി നീങ്ങാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഞാനിതൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഒരു 3/4 മണിക്കൂറെങ്കിലും, കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം ഫൈനൽ കോട്ടിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു സ്ട്രോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ക്രം കോട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ഞാൻ പറഞ്ഞതുപോലെ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി തണുപ്പിച്ചെടുത്തതിന് ശേഷം ഫൈനൽ കോട്ടിങ് ചെയ്യാം. അപ്പോൾ ഒരു 3/4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ദേ ഫൈനൽ കോട്ടിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ള് വൈറ്റ് ക്രീം കൊണ്ട് തന്നെയാണ് കേക്ക് കവർ ചെയ്യുന്നത്. അപ്പോൾ കേക്കിൽ ക്രീം കവർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇപ്പം മേളിലത്തെ ആ ഒരു ടയർ വേണം നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ. താഴത്തെ ടയർ അത്യാവശ്യം ഫിനിഷിങ് ചെയ്താൽ മതി. അതിനുശേഷം അതിൻ്റെ മേളിലേക്ക് നമ്മളൊരു സ്പാച്ചുല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബിഗിനേഴ്സിനും ഈ ഒരു കേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പം ഞാൻ ആദ്യം മേളിൽ ക്രീം കൊടുത്തതിന് ശേഷം പിന്നെ സൈഡിലേക്ക് ക്രീം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടി 1.5 കപ്പ് ക്രീമാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രീമെല്ലാം കൊടുത്തതിന് ശേഷം എക്സസായിട്ട് മേളിൽ നിൽക്കുന്ന ക്രീമൊക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്ക്രാപ്പറാണോ അത് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും മേളിലേക്ക് വരുന്ന ക്രീമിനെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ സൈഡ് ആദ്യം സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം മേളിലത്തെ ക്രീം മാറ്റി കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് കേക്ക് ഫിനിഷ് ആകുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതേ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് ഇതിലൊരു ഡിസൈൻ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വലിയ സ്പാച്ചില ഉള്ളവർക്ക് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ സ്പാച്ചില വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാധാരണ സ്പൂൺ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കൊടുത്താൽ മതി.
ജസ്റ്റ് കേക്കിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് റിലീസ് ചെയ്യുക. അപ്പോൾ അതങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും ഓവറായിട്ടുള്ള പ്രഷർ കൊടുക്കുന്നത്, ലൈറ്റായിട്ട് വേണം ടച്ച് ചെയ്ത് പോകാനായിട്ട്. ഓവറായിട്ട് പ്രഷർ കൊടുത്താൽ ക്രീം കൂടുതലായിട്ട് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. ഫൈനൽ കോട്ടിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ക്രീം കൂടുതലായിട്ട് ഇളകി വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ലൈറ്റായിട്ട് പ്രഷർ കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അതൊന്ന് റിലീസ് ചെയ്താൽ മതി. ആ ഒരു മെത്തേഡിൽ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തെടുക്കാം. തിരിച്ചും ഞാൻ ആ ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ആ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് സൂം ചെയ്ത് കാണുമ്പോൾ ഉള്ള ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. നല്ല ഭംഗിയില്ലേ? ഇനി ഇതിൻ്റെ മേളിലേക്ക് എനിക്ക് എയർ ബ്രഷ് കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ബേസിലൊക്കെ പറ്റിയിട്ടുള്ള ക്രീം ഒന്ന് ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ബേസൊക്കെ നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സെക്കൻഡ് ലെയർ കേക്കും കൂടിയിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ നല്ലതുപോലെ ഷാർപ്പ് എഡ്ജ് ആക്കിയിട്ട് ഞാനിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്കിലേക്ക് ഒരു ഗോൾഡൻ എയർ ബ്രഷ് കൊടുക്കണം. അതിനായിട്ട് ഞാൻ മാജിക് കളേഴ്സിൻ്റെ ഗോൾഡൻ ലസ്റ്റർ ടെസ്റ്റർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വാനില എസൻസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ എയർ ബ്രഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടറോ അല്ലെങ്കിൽ ഇവാപറേറ്റ്സോ യൂസ് ചെയ്തിട്ടും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ല, എയർ ബ്രഷ് ഇല്ലാത്തവരായാലും വിഷമിക്കേണ്ട. ഇതുപോലുള്ള ഗോൾഡൻ പൗഡേർഡ് സ്പ്രേ ഉണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. സെയിം ഒരു എയർ ബ്രഷ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാകുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ അത്യാവശ്യം കുറേ കേക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് മാത്രം ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു 3 kg കേക്കിൻ്റെത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കിയാൽ കുറച്ചും കൂടി ഒന്ന് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എയർ ബ്രഷ് തന്നെയാണ്. അപ്പോൾ എയർ ബ്രഷിലേക്ക് ഇതുപോലെ കളർ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് അതൊന്ന് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേക്ക് ഫുള്ളായിട്ട്. അപ്പോൾ ഫസ്റ്റ് എയർ കേക്ക് ഞാനിവിടെ എയർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ആ കാണാനായിട്ട്? ആ ഒരു സ്പാച്ചുല ഡിസൈനിൽ ആ ഒരു ഗോൾഡൻ കളർ വരുമ്പോഴത്തേന് ഒരു പ്രത്യേക ലുക്കാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് ഞാൻ രാത്രിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കേക്ക് ഫുള്ളായിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം മോർണിംഗിലാണ് കേക്ക് സ്റ്റാക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ബാക്കി വർക്കൊക്കെ ഇതിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ എന്താ കേക്കൊക്കെ ഇവിടെ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 റെഡ് റോസസും 2 വൈറ്റ് റോസും ആണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ക്ലിംഗ് റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വൈറ്റ് ജിപ്സും ഫ്ലവേഴ്സും എടുത്തിട്ടുണ്ട്. അതും നല്ലതുപോലെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്ന രീതി ഇതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ വെച്ചത് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വെഡ്ഡിങ്ങിൻ്റെ ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും മേളിലായിട്ട് ഈ ഒരു സൈഡ് പോർഷനിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇത് ഇവിടെ ഫൈനലായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും FB പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.